ടെക് ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിൻ്റെ ലിനക്സ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഈ സീരീസിലെ 10ാമത്തെ സെഷനാണ്. ഫയൽ ആൻഡ് ഡയറക്ടറി പെർമിഷൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ സെഷനിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു പാർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട ശേഷം മാത്രം ഈ ഒരു പാർട്ട് കാണുക. അതുപോലെ തന്നെ ഈ ലിനക്സ് സീരീസ് ഒരു കണ്ടിന്യൂസ് സീരീസാണ്. അതായത് ഫസ്റ്റ് സെഷൻ മുതൽ കണ്ടു വന്നവർക്ക് മാത്രമേ, ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് ബിഗിനേഴ്സിനെ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ളൊരു സീരീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെഷൻ മുതൽ കണ്ടു വന്നിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കാരണം നിങ്ങൾ ആദ്യത്തെ സെഷൻ മുതൽ തന്നെ കണ്ടു വരികാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. പിന്നെ നമ്മൾ നോക്കുന്നത് ഒരു ഫയലിൻ്റെ ഓണർഷിപ്പ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലോങ് ലിസ്റ്റിംഗ്, അതായത് LS കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ലോങ് ലിസ്റ്റിംഗ് ഫോർമാറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഫയലിൻ്റെ ഓണർഷിപ്പ്. അതായത് ഡിഫോൾട്ട് ഓണർ, നമുക്കിപ്പോൾ ഈ readme.txt എന്ന് പറഞ്ഞ ഒരു ഫയലിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. നമ്മൾ കഴിഞ്ഞ സെഷൻ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. എന്നാൽ മാത്രമേ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ readme.txt എന്ന് പറഞ്ഞൊരു ഫയലിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TechTVM എന്ന് പറഞ്ഞൊരു യൂസറാണ്. അതായത് ഡിഫോൾട്ട് ഓണർ, ഈ ഫയൽ ക്രിയേറ്റ് ചെയ്ത ആൾ തന്നെയാണ് ഇതിൻ്റെ ഡിഫോൾട്ട് ഓണർ എന്ന് പറയുന്നത്. ഡിഫോൾട്ട് ഓണർ ഓഫ് എ ഫയൽ ഈസ് ദ യൂസർ ഹു ക്രിയേറ്റഡ് ദാറ്റ് ഫയൽ. അതുപോലെ ആ ഗ്രൂപ്പ്, ആ ഡിഫോൾട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസറിൻ്റെ പ്രൈമറി ഗ്രൂപ്പ് തന്നെയായിരിക്കും ഈ ഫയലിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ, ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ readme.txtൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫോൾട്ട് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TechTVM ആയിരിക്കും. അതുപോലെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും TechTVM തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡിഫോൾട്ടായിട്ട് വരുന്ന ഓണറിനെ, ഗ്രൂപ്പിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഒരു ഫയലിൻ്റെ. അപ്പോൾ അത് എങ്ങനെ എന്നാണ് നമ്മളിനി നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫയലിൻ്റെ ഓണറിനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് chown എന്ന് പറയുന്ന കമാൻഡ്. chown എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഫയലിൻ്റെ യൂസറിനെയും ഗ്രൂപ്പിനെയും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ഓണറിനെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ഫോർ ചേഞ്ചിങ് ദ ഓണർഷിപ്പ് ഓഫ് ദ ഫയൽ readme.txt. ഇപ്പോൾ readme.txt നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ആണ് എടുക്കുന്നത്. അത് ഡിഫോൾട്ട് ഓണർ നമ്മൾ പറഞ്ഞു TechTVM തന്നെയാണ്. അതായത് TechTVM ആണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തത് ആ ഒരു ഫയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് ഓണർ TechTVM ആണ് നമ്മൾ കണ്ട് മനസ്സിലാക്കി. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്ത് നമുക്ക് റൂട്ടാക്കണം അതിൻ്റെ ഡിഫോൾട്ട് ഓണർ. ഇപ്പോൾ ഇതിൽ മറ്റ് യൂസേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റൂട്ടിലോട്ടാക്കി കാണിക്കുന്നത്. ഓക്കെ, മറ്റേതൊരു യൂസറിനോട്ടാണോ നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ യൂസറിൻ്റെ പേര് ID ഇവിടെ കൊടുക്കുക റൂട്ടിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇത് റൂട്ട് പ്രിവിലേജ് വേണ്ട ഒരു കമാൻഡാണ് chown എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ sudo എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അത് ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു sudo എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ sudo chown റൂട്ട്, ഏത് ഓണറിൻ്റെ ഓണർഷിപ്പിലോട്ടാണോ നമുക്ക് ഈ ഒരു ഫയൽ ചേഞ്ച് ചെയ്യേണ്ടത് ആ ID ഇവിടെ കൊടുത്തു. ഇപ്പോൾ റൂട്ടിലോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്, പിന്നീട് ആ ഒരു ഫയൽ നെയിം. അപ്പോൾ ഈ ഒരു കമാൻഡ് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഡീറ്റെയിൽഡ് ലിസ്റ്റിംഗ് നോക്കുകയാണ്. അപ്പോൾ അത് കാണാൻ സാധിക്കും TechTVM ഉണ്ടായിരുന്ന സ്ഥാനത്ത് ആ ഓണർ മാറി ഇപ്പോൾ റൂട്ട് എന്നായി. readme.txt എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഓണർഷിപ്പ് ഇപ്പോൾ മാറി റൂട്ട് എന്നായി. TechTVM ആയിരുന്നു ഇതിന് മുമ്പ്. കാരണം TechTVM എന്ന് പറഞ്ഞ യൂസറായിരുന്നു ആദ്യം നമുക്ക് ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് ഓണർ TechTVM ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചേഞ്ച് ചെയ്ത് റൂട്ടായി കഴിഞ്ഞു. ഗ്രൂപ്പ് ഇപ്പോഴും TechTVM തന്നെയാണ്. അപ്പോൾ ഇൻ കേസ് യു വാണ്ട് ടു ചേഞ്ച് ദ ഓണർ ആസ് വെൽ ആസ് ഗ്രൂപ്പ് ഓഫ് ദ ഫയൽ ടുഗദർ. അപ്പോൾ നമുക്കിനി ഒരുമിച്ച് നമ്മളിപ്പോൾ ഓണർ മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. ഇനി നമുക്ക് ഗ്രൂപ്പും കൂടെ ചേഞ്ച് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഓണർ മാറ്റി റൂട്ട് എന്നാണ് ആക്കിയത്. ഇനി നമുക്ക് ഈ ഗ്രൂപ്പും കൂടെ നമുക്ക് മാറ്റണമായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് കമാൻഡ് കൊടുക്കേണ്ടത്. അതായത് chown കമാൻഡ് സെയിം തന്നെയാണ്. ഇവിടെ യൂസർ പിന്നെ ഒരു കോളൻ കൊടുത്തിട്ട് ഗ്രൂപ്പ്, അതായത് ഏത് യൂസറിൻ്റെ ഓണർഷിപ്പിലോട്ടാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ യൂസർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കോളൻ ഇട്ടിട്ട് ഏത് ഗ്രൂപ്പിലോട്ടാണോ ചേഞ്ച് ചെയ്യേണ്ടത് അതും കൂടെ കൊടുത്തിട്ട് ആ ഒരു ഫയൽ നെയിം കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ readme.txtൻ്റെ ഓണർഷിപ്പ് നമുക്ക് ഓണറിനെ റൂട്ടിലോട്ടും ആക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ മുമ്പ് കണ്ടതുപോലെ അതുപോലെ ഗ്രൂപ്പും മാറ്റി നമുക്ക് റൂട്ടിലോട്ടാക്കാം. അത് ഒരുമിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. LS-L അടിച്ചു. TechTVM-ഉം readme.txtൻ്റെ ഓണർ TechTVM-ഉം ഗ്രൂപ്പും TechTVM-ഉം തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞ കമാൻഡ് ചെയ്ത ശേഷം
വീണ്ടും ഞാനത് മാറ്റി, ഇവിടെ നമ്മൾ റൂട്ടാക്കി എന്ന് കണ്ടിരുന്നു, അത് മാറ്റി ഞാൻ വീണ്ടും ടെക്ടിവിയം തന്നെ ആക്കി. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളത് കാണുമ്പോൾ വീണ്ടും ടെക്ടിവിയം തന്നെ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായിരുന്നാലും ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ readme.txt എന്ന് പറഞ്ഞൊരു ഫയലിൻ്റെ ഓണർ ടെക്ടിവിയമാണ്, അതുപോലെ ഗ്രൂപ്പും ടെക്ടിവിയം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് sudo chown, ഇപ്പോൾ എനിക്ക് ഓണറും റൂട്ടാക്കണം ഗ്രൂപ്പും റൂട്ടാക്കണം ഒരുമിച്ച് തന്നെ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫോർമാറ്റിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഫയൽ നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒറ്റയടിക്ക് നമുക്ക് ഓണറും ഗ്രൂപ്പും നമ്മൾ ടെക്ടിവിയം എന്ന് റൂട്ട് എന്ന് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ അതായത് sudo chown root എന്ന് കൊടുത്തിട്ട് ആ ഒരു ഫയൽ നെയിം കൊടുത്തു. ഇവിടെ ഏതൊരു യൂസർ ഐ ഡിയും ഏതൊരു ഗ്രൂപ്പ് നെയിമും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിനാണ് റൂട്ട് എന്ന് കൊടുത്തത്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അതിൻ്റെ ഓണർ റൂട്ടെന്നുമായി, ഗ്രൂപ്പ് മാറി റൂട്ടെന്നുമായി ഈ readme.txt എന്ന് പറഞ്ഞ ഫയലിൻ്റെ. ഇനി നമുക്ക് ഓണർ മാറ്റണ്ട, അതിന് പകരം നമുക്ക് ഗ്രൂപ്പ് മാത്രം മാറ്റിയാൽ മതിയെങ്കിൽ നമ്മളപ്പോൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് CHGRP എന്ന് പറഞ്ഞ്, ചേഞ്ച് ഗ്രൂപ്പ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് CHGRP. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റേണ്ട ഗ്രൂപ്പ് ഏതാണോ ആ ഒരു ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുക, അത് കഴിഞ്ഞ് ആ ഒരു ഫയൽ കൊടുക്കുക. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിപ്പം readme.txt എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഗ്രൂപ്പ് നമുക്ക് മാറ്റി ടെക്ടിവിയം എന്ന് ആക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, -l അടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് readme.txtൻ്റെ ഗ്രൂപ്പും റൂട്ടിൽ നിന്നാണ്, നമുക്ക് ഓണറും റൂട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് മാറ്റിയിട്ട് sudo chgrp കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ടെക്ടിവിയം, അത് കഴിഞ്ഞിട്ട് ഈ readme.txt എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ -l അടിച്ച് വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും റൂട്ട്, അതായത് ഓണർഷിപ്പ് സെയിം തന്നെയാണ്, നമ്മൾ അതിപ്പം മാറ്റിയിട്ടില്ല. നമ്മൾ ഗ്രൂപ്പ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് CHGRP എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്തത്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമ്മൾ ഗ്രൂപ്പ് മാത്രം ടെക്ടിവിയം ആക്കാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ടെക്ടിവിയമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് നമുക്ക് നമ്മുടെ ടെർമിനലിലൊന്ന് ചെയ്ത് നോക്കി നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം -l കമാൻഡ് അടിച്ചു. ഇപ്പോൾ readme.txtൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ ഓണർ ടെക്ടിവിയം എന്നാണ്, അതുപോലെ എൻ്റെ ഗ്രൂപ്പും ടെക്ടിവിയം എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണർ മാറ്റി നമുക്ക് റൂട്ടിൽ നിന്നാക്കണമെങ്കിൽ നമുക്ക് sudo chown എന്ന് കൊടുത്തു. അതുപോലെ എനിക്ക് റൂട്ടിലോട്ടാണ് ഓണർഷിപ്പ് മാറ്റേണ്ടത്, അപ്പോൾ റൂട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് readme.txt എന്ന് പറഞ്ഞ് കൊടുത്തു, എൻ്റർ ചെയ്തു. ടെക്ടിവിയമിൻ്റെ പാസ്വേഡ് ചോദിക്കും, എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും -l അടിച്ചിട്ട് നോക്കാം, കാണാൻ സാധിക്കും readme.txtൻ്റെ ഇത് മാറി, ഓണർ മാറി റൂട്ടിൽ നിന്ന് ആയിക്കഴിഞ്ഞു. നമുക്കത് വീണ്ടും തിരിച്ചൊന്ന് മാറ്റാം, നമുക്ക് വീണ്ടും തിരിച്ചൊന്ന് മാറ്റി ടെക്ടിവിയം എന്നും തന്നെ നമുക്ക് ആക്കിയേക്കാം. ഓക്കെ, ഇനി വീണ്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, വീണ്ടും പഴയതുപോലെ ടെക്ടിവിയം തന്നെ ആയി, അതിൻ്റെ ഓണറും ഇപ്പോൾ റൂട്ടും ഗ്രൂപ്പും അത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഒരുമിച്ച് നമുക്ക് നമ്മൾ സ്ലൈഡിൽ കണ്ടതുപോലെ, പ്രസൻറ്റേഷനിൽ കണ്ടതുപോലെ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇതിൻ്റെ യൂസറും ഓണറും നമുക്ക് ഗ്രൂപ്പും നമുക്ക് ഒരുമിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 റൂട്ടിലോട്ട് മാറ്റുകയാണ്. ഓണറും ഞാൻ റൂട്ടാക്കി, ഗ്രൂപ്പും റൂട്ടാക്കി. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു കോളം ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഫയൽ നെയിം മെൻഷൻ ചെയ്ത് കൊടുക്കാം, എൻ്റർ ചെയ്ത്. വീണ്ടും നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടും മാറി, ഇപ്പം റൂട്ടിൽ നിന്ന് ആയിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് മാത്രമായിട്ട് മാറ്റണമെങ്കിൽ നമുക്കതിനാണ് ചേഞ്ച് ഗ്രൂപ്പ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. CHGRP അടിച്ചു, ഏത് ഗ്രൂപ്പിലോട്ടാണോ മാറ്റേണ്ടത്, എനിക്ക് വീണ്ടും ടെക്ടിവിയം ഗ്രൂപ്പിലോട്ട് തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രൂപ്പ് നെയിം കൊടുത്തു. അത് കഴിഞ്ഞ് ഈ ഒരു ഫയൽ നെയിം കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും -l അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ടില്ലേ, ഇപ്പം ഒരു ഗ്രൂപ്പ് മാത്രമായിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ CHGRP കമാൻഡ് നമ്മളിവിടെ യൂസ് ചെയ്യും. ടു വർക്ക് ആസ് എ മെമ്പർ ഓഫ് അനദർ ഗ്രൂപ്പ്, ഇപ്പം നമുക്ക് മറ്റൊരു ഗ്രൂപ്പിൻ്റെ മെമ്പറായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കാം. ഇപ്പം നമുക്കൊരു ലോങ് ലിസ്റ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് readme.txtൻ്റെ തന്നെ ഫയലിൻ്റെ തന്നെ കേസ് എടുത്ത് നോക്കാം. അതിൻ്റെ ഓണർ ടെക്ടിവിയമും ഗ്രൂപ്പ് ആ ഒരു ടെക്ടിവിയം എന്ന് പറഞ്ഞ യൂസറിൻ്റെ പ്രൈമറി ഗ്രൂപ്പ്, അതായത് ടെക്ടിവിയം തന്നെയാണ്. അപ്പം നമുക്ക് സിസ്റ്റത്തിലുള്ള മൊത്തം ഗ്രൂപ്പ്സ് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ടെക്ടിവിയം, ADM, CD-ROM എന്നൊക്കെ പറഞ്ഞ് ഞാനിത് യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ സെഷനിൽ ഞാനിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഗ്രൂപ്പ്സിൻ്റെ ലിസ്റ്റ് ചെയ്യുന്നതും കാണുന്നതൊക്കെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഉള്ള ഗ്രൂപ്പ്സ് എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. ഗ്രൂപ്പ്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പുതിയൊരു ഗ്രൂപ്പിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഉള്ള കമാൻഡാണ് ന്യൂ ഗ്രൂപ്പ്. എനിക്ക് CD-ROM എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലോട്ട് എനിക്ക് ചേഞ്ച് ചെയ്യണം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ന്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ട് ഏത് ഗ്രൂപ്പിലോട്ടാണോ എനിക്ക് മെമ്പറായിട്ട് മാറേണ്ടത്
ആ ഒരു ഗ്രൂപ്പിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തു, ന്യൂ ഗ്രൂപ്പ് CD-ROM. അപ്പം അങ്ങനെ മാറിക്കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു ഫയൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഞാൻ യൂസ് ചെയ്ത കമാൻഡാണ് ടച്ച്. അപ്പോൾ ടച്ച് എന്ന് പറഞ്ഞ കമാൻഡ് മറ്റൊന്നുമല്ല, നിങ്ങളത് അതിൻ്റെ മാനുവൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാൻ എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്തിട്ട് ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. മാൻ എന്ന് പറഞ്ഞ കമാൻഡ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു കമാൻഡിനും ഡീറ്റെയിൽസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാൻ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടച്ച് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്ന മറ്റൊന്നുമല്ല, നമുക്കൊരു ജസ്റ്റ് ഒരു ഫയൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് കണ്ടൻസ് ഒന്നും ഇല്ലാതെ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ടെസ്റ്റിംഗ് പർപ്പസിനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് പിന്നീട് നമുക്ക് കണ്ടൻസ് അതിൽ ആഡ് ചെയ്യുന്ന ഒരു സിനാറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ടച്ച് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ടച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഫയൽ വിത്തൗട്ട് എനി കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടച്ച് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ലോങ് ലിസ്റ്റിങ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ ന്യൂ ഗ്രൂപ്പ് കമാൻഡ് ഉപയോഗിച്ച് CD-ROM എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലോട്ട് ഞാൻ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫയലിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓണർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടെക്ടീരിയം തന്നെയാണ്, പക്ഷേ ഗ്രൂപ്പ് CD-ROM എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഫയലിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CD-ROM എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. കാരണം നമ്മൾ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ന്യൂ ഗ്രൂപ്പ് കമാൻഡ് ഉപയോഗിച്ചിട്ട് ഞാൻ CD-ROM എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലോട്ട് ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫയൽ ക്രിയേറ്റായി വന്നപ്പോൾ ആ ഫയലിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CD-ROM ആണ് ക്രിയേറ്റായി വന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ LS-L അടിച്ചു. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഡിഫോൾട്ട് ഈ ഒരു ഫയൽസിൻ്റെ ഡയറക്ടറീസിൻ്റെ എല്ലാം ഓണറും ഗ്രൂപ്പും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ്സ് കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള അവൈലബിൾ ഗ്രൂപ്പ്സ് കാണിക്കും സിസ്റ്റത്തിൽ. അപ്പോൾ ഞാൻ ആദ്യം ന്യൂ GRP എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉപയോഗിച്ചിട്ട് ഞാൻ CD-ROM, നമുക്ക് ഏതൊരു ഗ്രൂപ്പിലോട്ടും ചേഞ്ച് ചെയ്യാം, അതുപോലെ CD-ROM എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ലോട്ട് ഞാൻ ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ടച്ച് കമാൻഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അത് കാണാൻ സാധിക്കും ഡെസ്ക്ടോപ്പിൽ തന്നെ അപ്പോൾ തന്നെ റിഫ്രഷായി വന്നിട്ടുണ്ട്. കാരണം ഈ ഡെസ്ക്ടോപ്പിൻ്റെ അതേ പാത്തിൽ തന്നെയാണ് നമ്മളിവിടെ ടെർമിനലിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ലോങ് ലിസ്റ്റിംഗ് അടിച്ച് അതിന് ഡീറ്റെയിൽസ് നോക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റായി വന്ന ഫയലിൻ്റെ ഓണർ സെയിം തന്നെയാണ്, പക്ഷേ ഗ്രൂപ്പ് CD-ROM എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലോട്ടാണ് അത് ക്രിയേറ്റായി വന്നിരിക്കുന്നത്, ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ന്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കടുത്തത് സ്പെഷ്യൽ പെർമിഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ പെർമിഷൻസിനെ കുറിച്ച് ഇതിൻ്റെ മുമ്പുള്ള ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ടിരുന്നു 3 ലെവൽ ഓഫ് ആക്സസ് ലെവൽസാണ് നമുക്കുള്ളത്. അതായത് ഒന്ന് യൂസർ ഉണ്ട്, പിന്നൊന്ന് ഗ്രൂപ്പ് ഉണ്ട്, പിന്നൊന്ന് അതേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 3 ആക്സസ് ലെവൽസിനാണ് നമ്മൾ പെർമിഷൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ്റെ കേസ് വരുമ്പോൾ ഈ പറഞ്ഞ 3 ആക്സസ് ലെവൽസ് കൂടാതെ ഒരു 4th ആക്സസ് ലെവലും കൂടെ നമുക്ക് വരുന്നുണ്ട് അഡീഷണലായിട്ട്. സ്പെഷ്യൽ പെർമിഷൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പെർമിഷൻ സെറ്റ്സ് കൂടാതെ യൂസറിനും ഗ്രൂപ്പിനും അതേഴ്സിനും കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് പെർമിഷൻസ് കൂടാതെ ഒരു അഡീഷണൽ പ്രിവിലേജും കൂടെ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻസ് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 3 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ പെർമിഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് SUID, പിന്നൊന്ന് SGID, പിന്നൊന്ന് സ്റ്റിക്കി ബിറ്റ് എന്ന് പറയും. ഈ സ്പെഷ്യൽ പെർമിഷൻസിനെ കുറിച്ച് ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് ആക്ച്വലി. നമുക്ക് ഈ ഒരു പെർമിഷൻസിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കിൻ്റെ കൂടെ നമുക്കത് ഒരുപാട് ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു സെഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബിഗിനർ ലെവലിലുള്ള സീരീസ് കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്ക്ലൂസീവ് സെഷൻ ചെയ്യും. ഇപ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ പെർമിഷനാണ് SUID എന്ന് പറയും. ഇപ്പോൾ സ്പെഷ്യൽ പെർമിഷൻ ഫോർ യൂസർ ആക്സസ് ലെവലാണ്. നമ്മളിത് യൂസർ ആക്സസ് ലെവലിൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമല്ലോ സിംബോളിക്കിൽ, അത് യൂസറുണ്ട്, ഗ്രൂപ്പുണ്ട്, അതേഴ്സ് ഉണ്ട്. അതിൽ യുവിൽ കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു പെർമിഷനാണ് SUID എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരേ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം അതെന്താണെന്ന്. അപ്പോൾ ഫയൽ വിത്ത് SUID സെറ്റ് ഓൾവേസ് എക്സിക്യൂട്ട്സ് ദ യൂസർ ആസ് ദ യൂസർ ഹു ഓൺസ് ദ ഫയൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിൻ്റ്. റിഗാർഡ്ലെസ് ഓഫ് ദ യൂസർ പാസിംഗ് ദ കമാൻഡ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ഒരു യൂസർ റൺ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് റൺ ചെയ്യുന്ന യൂസർ ഏതാണോ ആ ഒരു
യൂസറിൻ്റെ പെർമിഷൻസ് ആയിരിക്കും അനുസരിച്ചായിരിക്കും ആ ഒരു ഫയൽ റൺ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ കേസിൽ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ഒരു യൂസർ റൺ ചെയ്യുകയാണെങ്കിൽ ആ റൺ ചെയ്യുന്ന യൂസറിൻ്റെ പെർമിഷൻസ് എന്താണോ അതനുസരിച്ചായിരിക്കും ആ ഒരു ഫയൽ റൺ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ SUID സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫയലിൽ നമ്മൾ SUID സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ദ യൂസർ ഹു ഈസ് റണ്ണിങ് ദ കമാൻഡ്, അപ്പോൾ റൺ ചെയ്യുന്ന യൂസർ ഏതാണോ അതല്ല അപ്പോൾ അവിടെ നോക്കുന്നത്. അതിന് പകരം ആ ഒരു ഫയൽ ആക്ച്വലി ഓൺ ചെയ്യുന്ന യൂസർ ഏതാണോ ആ ഒരു യൂസറിൻ്റെ പെർമിഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും, സെയിം പെർമിഷനോട് കൂടിയായിരിക്കും ആ ഒരു ഫയൽ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ അതാണ് SUIDയുടെ സിഗ്നിഫിക്കൻസ്. ഇനി ഇൻ കേസ് നമ്മൾ ഒരു ഫയലിൽ നമ്മൾ SUID സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു യൂസറിന് എക്സിക്യൂട്ടീവ് പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ S ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ നമുക്കത് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത്. അതല്ല ഇനി ആ ഒരു റൺ ചെയ്യേണ്ട യൂസറിന് എക്സിക്യൂട്ടീവ് പെർമിഷനും ഉണ്ട്, ആ ഒരു ഫയലിൽ നമ്മൾ SUIDയും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ S ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതിനി കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം ഇവിടെ. ഇഫ് യു വാണ്ട് എ യൂസർ ടു ബി ഏബിൾ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ദാറ്റ് റിക്വയർസ് റൂട്ട് അല്ലെങ്കിൽ സൂപ്പർ യൂസർ പ്രിവിലേജസ് ബട്ട് ഡോണ്ട് വാണ്ട് ടു ഗീവ് ദം സ്യൂഡോ ഓർ റൂട്ട് ആക്സസ്. അപ്പോൾ ചില സ്പെസിഫിക് കമാൻഡ്സിന് നമുക്കൊരു നോർമൽ യൂസർ, ഒരു റെഗുലർ യൂസറിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്ത ചില സ്പെഷ്യൽ കമാൻഡ്സിന്, റൂട്ടിന് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സിന് നമുക്കൊരു റെഗുലർ യൂസറിനെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ആക്സസ് കൊടുക്കണം. പക്ഷേ നമുക്കൊരു റെഗുലർ യൂസറിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആക്സസ് കൊടുക്കണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു റെഗുലർ യൂസറിന് നമുക്ക് റൂട്ട് പ്രിവിലേജസ് കൊടുക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെയാണ് ആ ഒരു എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫയലിൽ നമുക്ക് SUID നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ SUID സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ യൂസർ ആ ഒരു ഫയൽ റൺ ചെയ്താലും ആ ഫയൽ റൺ ആവുന്നത് ആ ഫയലിൻ്റെ ആക്ച്വൽ ഓണർ ആയിട്ടായിരിക്കും. അപ്പോൾ ആ ഫയലിൻ്റെ ആക്ച്വൽ ഓണർ റൂട്ട് ആണെങ്കിൽ ഒരു നോർമൽ യൂസർ എക്സിക്യൂട്ട് ചെയ്താലും ആ ഫയൽ റൺ ആവുന്നത് റൂട്ടായിട്ടായിരിക്കും, റൂട്ടിൻ്റെ പെർമിഷനോട് കൂടിയായിരിക്കും. അപ്പോൾ അതാണ് SUIDയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് SUID നമുക്കൊരു എക്സാമ്പിൾ കൊണ്ട് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് പാസ്വേഡ് PASSWD എന്ന് പറഞ്ഞൊരു കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഒരു എക്സാമ്പിൾ സിനാരിയോ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു കമാൻഡാണ്. നമ്മളിതിന് മുമ്പ് കമാൻഡ്സ് പഠിച്ച കൂട്ടത്തിൽ പഠിക്കാത്തൊരു കമാൻഡാണ് പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുറച്ച് കമാൻഡ്സ് മറ്റ് ഓരോരോ സിനാരിയോസ് വരുന്നതനുസരിച്ച് നമുക്ക് പുതുതായിട്ട് ഇങ്ങനെ പഠിച്ചു പോകാം. അപ്പം അല്ല നമുക്കിപ്പം ഇതിലുള്ള ഫുൾ കമാൻഡ്സും ഒരുമിച്ച് കമാൻഡ്സായിട്ട് ലിസ്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് ബേസിക് കമാൻഡ്സ് നമ്മൾ മുമ്പുള്ള സെഷൻസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാതെ ഇനി ഇങ്ങനെയുള്ള എക്സ്ട്രാ കമാൻഡ്സ് നമുക്ക് ഓരോ പ്രാക്ടിക്കൽ സെഷൻസ് വരുന്നതനുസരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും ഓരോന്നിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത് ഒരു യൂസറിൻ്റെ പാസ്വേഡ്, ഒരു യൂസർ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ നിന്ന് മനസ്സിലാവും. നമ്മൾ വെറുതെ നമ്മുടെ ടെർമിനലിൽ ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന TechTVM എന്ന് പറഞ്ഞൊരു യൂസർ IDയിലോട്ടാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ടെർമിനലിൽ നമ്മൾ PASSWD എന്നും പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ ഇതിന് ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് ഈ TechTVM എന്ന് പറഞ്ഞ യൂസർ തൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് പുതിയ പാസ്വേഡ് 2 തവണ എൻ്റർ ചെയ്യാൻ പറയും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 തവണ എൻ്റർ ചെയ്തു ആ ഒരു പാസ്വേഡ് ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ പാസ്വേഡ് നമുക്കങ്ങനെ പുതിയൊരു പാസ്വേഡായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ടെർമിനലിലൊന്ന് ചെയ്ത് നോക്കി മനസ്സിലാക്കാം ഈ ഒരു പാസ്വേഡ് കമാൻഡ് എന്തിനാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞ കമാൻഡ് ഞാൻ ടെർമിനലിൽ എൻ്റർ ചെയ്യുകയാണ്. എന്നിട്ട് ഓക്കെ, ഇപ്പോൾ കറണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. അത് കഴിഞ്ഞ് ന്യൂ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. രണ്ട് തവണ ന്യൂ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ TechTVM എന്ന് പറഞ്ഞ യൂസറിൻ്റെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഈ ഒരു ഫയലും കൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് /etc എന്ന് പറഞ്ഞൊരു പാത്തിനകത്ത് ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അപ്പോൾ ഈ ഫയൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഈ ഷാഡോ ഫയലിനകത്താണ് യൂസർ അക്കൗണ്ട്സിൻ്റെ പാസ്വേഡ് സ്റ്റോർ ആയിരിക്കുന്നത് വെറുതെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടല്ല, ഒരു എൻക്രിപ്റ്റഡ് ഫോമിലായിട്ടാണ് സ്റ്റോർ ആയിരിക്കുന്നത് ഈ പറഞ്ഞ /etc അകത്തുള്ള ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലിനകത്ത്.
നിങ്ങളത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കണ്ട. ഞാൻ ആ ഒരു SUID എക്സാമ്പിൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാസ്വേഡ് എന്ന് പറഞ്ഞൊരു കമാൻഡും അത് ഇൻഎഫക്റ്റ് പാസ്വേഡ് കമാൻഡ് ഉപയോഗിക്കുമ്പോൾ ചേഞ്ച് ആവുന്നതും ആയിട്ടുള്ള പാസ്വേഡ് എല്ലാം സ്റ്റോർ ആവുന്ന ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലും എല്ലാം ഞാനിപ്പോൾ ഈ ഒരു സിനാറിയോട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതൊരു ലെങ്തി ഫയലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നത്. നമുക്കത് ആക്ച്വലി ടെർമിനലിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, TechTVM എന്ന് പറഞ്ഞൊരു യൂസർ, ആ യൂസറിൻ്റെ പാസ്വേഡ് ആണ് അത് കഴിഞ്ഞ് 2 കോളം കഴിഞ്ഞ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതൊരു എൻക്രിപ്റ്റഡ് ഫോമിലാണ്, ഈ ഒരു കോളം വരെയാണ് ഉള്ളത് അത്രേ. അതൊരു എൻക്രിപ്റ്റഡ് ഫോമിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് ഇങ്ങനെയല്ല, അത് വേറെ എൻക്രിപ്ഷൻ അൽഗോരിതംസ് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത ശേഷമാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അത് കഴിഞ്ഞ് സാം എന്ന് പറഞ്ഞൊരു യൂസറിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സാമിൻ്റെയും പാസ്വേഡ് ഇതിലിങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഈ ETC ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലിലാണ് ഈ യൂസേഴ്സിൻ്റെ പാസ്വേഡ് എൻക്രിപ്റ്റഡ് ഫോമിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലിൻ്റെ നമുക്ക് പെർമിഷൻസ് എന്തൊക്കെയാണ്, ആ ഒരു ഫയലിൻ്റെ ഡിഫോൾട്ട് പെർമിഷൻസ് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ls-l കമാൻഡ് ഉപയോഗിച്ചു. എന്നിട്ട് ETCക്കകത്തുള്ള ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണ്. ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, റൂട്ടിന് റീഡും റൈറ്റ് പെർമിഷനുണ്ട്, എക്സിക്യൂട്ട് ഇല്ല. അതുപോലെ ഗ്രൂപ്പിന് റീഡ് മാത്രം, പിന്നെ അതേഴ്സിന് ഒരു പെർമിഷനും ഇല്ല. അപ്പോൾ ആകെപ്പാടെ ഈ ഒരു ഫയലിൽ റൈറ്റ് പെർമിഷൻ ഉള്ളത് റൂട്ടിന് മാത്രമാണ്. റീഡും റൈറ്റും പെർമിഷൻ റൂട്ടിനുണ്ട്, വേറെ ആർക്കും ഇല്ല. അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദ ഓണർ ഈസ് റൂട്ടാണ് ഇതിൻ്റെ ഓണർ. ഗ്രൂപ്പ് ഷാഡോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ആണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഫയൽ. എന്നിട്ട് റൂട്ടിന് മാത്രമേ ഇതിൽ റീഡും റൈറ്റും പെർമിഷനും ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഒരു റെഗുലർ യൂസർ പാസ്വേഡ് എന്നൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് അയാളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാസ്വേഡ് കമാൻഡ്, അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു ഫയൽ ഏത് യൂസർ എക്സിക്യൂട്ട് ചെയ്യുന്നോ ആ ഒരു യൂസറിൻ്റെ പെർമിഷൻസോട് കൂടിയായിരിക്കും ആ ഒരു ഫയൽ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഒരു നോർമൽ യൂസർ, റെഗുലർ യൂസർ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് അയാളുടെ. അപ്പോൾ അങ്ങനെ ചേഞ്ച് ആയ പുതിയ പാസ്വേഡ് ഈ പറഞ്ഞ ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലിൽ കൊണ്ടുവന്ന് റൈറ്റ് ചെയ്യണം. പുതിയ പാസ്വേഡ്, അപ്ഡേറ്റ് ആയ പാസ്വേഡ് ഈ പറഞ്ഞ ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലിൽ കൊണ്ടുവന്ന് റൈറ്റ് ചെയ്യാൻ സാധിക്കണം, ആ ഒരു എക്സിക്യൂട്ട് ചെയ്ത നോർമൽ യൂസറിൻ്റെ പെർമിഷൻ വെച്ചിട്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു പറഞ്ഞ സിനാരിയോ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ റൂട്ടിന് മാത്രമേ ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലിൽ റൈറ്റ് പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു റെഗുലർ യൂസർ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പാസ്വേഡ് കമാൻഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഷാഡോ ഫയൽ റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് നമുക്ക് ആ ഒരു പാസ്വേഡ് ഒരു നോർമൽ യൂസറിന് പാസ്വേഡ് കമാൻഡ് ഉപയോഗിച്ച് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ ഇങ്ങനത്തെ സിനാരിയോസിലാണ് നമുക്ക് SUID എന്ന് പറഞ്ഞ സ്പെഷ്യൽ ആക്സസ് പെർമിഷൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. നമുക്ക് എങ്ങനെയാണ് നോക്കാമത്. അപ്പോൾ നമുക്ക് ഈ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ലിനക്സിൽ എവറിത്തിങ് ഈസ് എ ഫയൽ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കിതിലെ കമാൻഡ്സും എല്ലാം എക്സിക്യൂട്ടബിൾ ഫയൽസാണ്. അപ്പോൾ ഈ ഒരു പാസ്വേഡ് എന്നൊരു ഫയലിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിച്ച് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിച്ച് കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതൊരു കമാൻഡിൻ്റെയും പേര് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കമാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ, ഫുൾ പാത്ത് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ആദ്യം വിച്ച് പാസ്വേഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തു. അപ്പോൾ /user bin-നകത്താണ് പാസ്വേഡ് എന്ന് പറഞ്ഞ എക്സിക്യൂട്ടബിൾ കമാൻഡ് ഫയൽ ഉണ്ടാകുന്നത് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചു. ഇനി ഞാൻ ആ പാസ്വേഡ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുകയാണ് ls-l കമാൻഡ് ഉപയോഗിച്ചിട്ട്. ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും, യൂസറിൻ്റെ സെക്ഷനിൽ റീഡ് റൈറ്റ് എക്സിക്യൂട്ടാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിവിടെ അതിന് പകരം ആണ് കാണുന്നത്, സ്മോൾ ലെറ്റർ S ആണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഗ്രൂപ്പിന് റീഡും എക്സിക്യൂട്ടും, അത് കഴിഞ്ഞ് അതേഴ്സിന് റീഡും എക്സിക്യൂട്ടും. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആണ് നമുക്ക് എക്സിക്യൂട്ടിലെ X വരേണ്ടതിന് പകരം S ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനർത്ഥം ൻ്റെ അർത്ഥം നമ്മൾ ഈ ഒരു ഫയലിൽ, ഈ പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഫയലിൽ SUID ബിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ SUID ബിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പാസ്വേഡ് കമാൻഡ് റൺ ചെയ്യുന്നത് ആര് റൺ ചെയ്താലും
ഇത് റൺ ആവുന്നത് അതിൻ്റെ ഓണറിൻ്റെ പെർമിഷനോട് കൂടിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓണർ ആരാണ്? ഇവിടെ റൂട്ടാണ്. അപ്പം ഈ പാസ്വേഡ് എന്ന് പറഞ്ഞ കമാൻഡ് ഏതൊരു നോർമൽ യൂസർ, റെഗുലർ യൂസർ റൺ ചെയ്താലും ഇത് റൺ ആവുന്നത് ഈ പറഞ്ഞ റൂട്ടിൻ്റെ പെർമിഷനോട് കൂടിയായിരിക്കും പാസ്വേഡ് കമാൻഡ് റൺ ആവുന്നത്. അപ്പോൾ സിൻസ് റൂട്ട് ഈസ് ദ ഓണർ, ദ പാസ്വേഡ് ചേഞ്ച് ആൻഡ് റിക്വയർഡ് എഡിറ്റ് ടു ETC ഷാഡോ വിൽ വർക്ക്. അപ്പം റൂട്ടിൻ്റെ പെർമിഷനോട് കൂടി റൺ ആവുന്നത് കൊണ്ട് തന്നെ ഷാഡോ ഫയൽ, നമ്മൾ നേരത്തെ കണ്ട ഷാഡോ ഫയലിലോട്ട് പുതിയ എൻട്രീസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ഏതൊരു നോർമൽ യൂസറോ റൺ ചെയ്തോട്ടെ ഈ പാസ്വേഡ് എന്ന് പറഞ്ഞ ഫയൽ. പക്ഷേ പാസ്വേഡ് ഫയലിൽ നമ്മൾ SUID ബിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ പാസ്വേഡ് കമാൻഡിന് /etc അകത്തുള്ള ഷാഡോ എന്ന് പറഞ്ഞ ഫയലിനകത്ത് അപ്ഡേഷൻസ് വരുത്താൻ സാധിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു ഫയലിൽ SETUID ബിറ്റ് നമുക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് chmod കമാൻഡ് തന്നെയാണ് നമ്മൾ ഇതിനും യൂസ് ചെയ്യുന്നത്, SETUID ബിറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് 2 മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യും. നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഒന്ന് സിംബോളിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒക്ടൽ വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സിംബോളിക്കലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് chmod യൂസർ ലെവലിലാണ് നമ്മൾ SETUID ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് U+SETUID ചെയ്യുന്നതിന് വേണ്ടി സ്മോൾ s ആണ് കൊടുക്കുന്നത്. S കൊടുത്തിട്ട് ആ ഒരു ഫയലിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ hello.sh എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഫയൽ, അതിന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ റൂട്ടിന് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് പെർമിഷൻ ഉണ്ട്. ഗ്രൂപ്പും അതേഴ്സ് നമുക്ക് ഇപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻസ് ഇല്ല, എന്നാലും അതിനും റീഡും എക്സിക്യൂട്ടും ഉണ്ട്, അതേഴ്സിന് റീഡ് മാത്രമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു hello.sh എന്ന് പറഞ്ഞ ഫയൽ ഞാൻ SETUID സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനാണ് chmod U+s എന്ന് കൊടുത്തു, SETUID യൂസർ ആക്സസ് ലെവലിൽ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതിൻ്റെ ഡീറ്റെയിൽ hello.sh ഫയലിൻ്റെ ഡീറ്റെയിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും X എന്ന് പറഞ്ഞ ആ ഒരു ലെറ്റർ മാറിയിട്ട് ഇവിടെ സ്മോൾ ലെറ്റർ S ആയി. അപ്പോൾ റീഡ് റൈറ്റ് S ആയി. അതിനർത്ഥം ഇത് SETUID സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഫയലിന് നമ്മൾ SUID ബിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ടെമ്പ് എന്ന് പറഞ്ഞ ഡയറക്ടറിയിലാണ് നമുക്ക് പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ടെമ്പ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിക്കകത്താണ് ഞാനിപ്പം hello.sh എന്ന് പറഞ്ഞൊരു സാമ്പിൾ ഒരു സ്ക്രിപ്റ്റ് ഫയൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ സാധിക്കും യൂസറിന് റീഡും എക്സിക്യൂട്ടും ഉണ്ട്, അതേഴ്സിന് ഗ്രൂപ്പിന് റീഡും എക്സിക്യൂട്ടും ഉണ്ട്, അതുപോലെ അതേഴ്സിന് റീഡും എക്സിക്യൂട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയലിൽ എങ്ങനെയാണ് നമുക്ക് SETUID സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് chmod എന്ന് പറഞ്ഞൊരു കമാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. chmod, അത് കഴിഞ്ഞ് യൂസർ U+, ഇത് നമ്മൾ സിംബോളിക് മോഡിൽ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. chmod U+ നമ്മൾ സ്മോൾ ലെറ്റർ S കൊടുത്തു, അത് കഴിഞ്ഞ് hello.sh എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. വീണ്ടും നമ്മൾ ഒന്നുകൂടെ നമുക്ക് ഈ ഫയൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു എക്സിക്യൂട്ടബിൾ X മാറിയിട്ട് നമ്മളിവിടെ S ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിനർത്ഥം നമ്മൾക്ക് അതുപോലെ ഇതൊരു റെഡ് കളറിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു, ആ ഒരു ഫയൽ റെഡ് കളറിലായി. അപ്പോൾ അതിനർത്ഥം നമുക്ക് S വന്നപ്പോൾ അതിനർത്ഥം നമ്മളിവിടെ SETUID സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കി പെർമിഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. ഈ ഒരു യൂസറിന് ഇപ്പം റീഡ് റൈറ്റ് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് നമുക്കിവിടെ കൊടുക്കാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് SETUID നമ്മളിവിടെ സിംബോളിക് മോഡിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് SETUID നമുക്ക് സെറ്റ് ചെയ്തത് കളയുന്നതിന് വേണ്ടി, റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്. സിംബോളിക് മോഡിലാണെങ്കിൽ chmod നമുക്ക് U- കൊടുക്കുക, U-S കൊടുത്തിട്ട് ഈ ഒരു ഫയൽ നെയിം കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് മാറി, ആ ഒരു S മാറി വീണ്ടും X തന്നെ ആയിട്ടുണ്ട്. അതായത് SETUID ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒക്ടൽ മോഡിൽ, ന്യൂമറിക് മോഡിൽ എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നതിന് നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ SETUID വീണ്ടും സെറ്റ് ചെയ്തിട്ടില്ലാത്തൊരു സിറ്റുവേഷനാണ്. നമുക്കിനി ന്യൂമറിക്കൽ മോഡിൽ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 എന്നുള്ളൊരു നമ്പറാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. 4 ആദ്യം കൊടുക്കുക, അത് കഴിഞ്ഞ് മറ്റ് ആക്സസ് പെർമിഷൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയതുപോലെ തന്നെ കൊടുക്കുക. ഇപ്പോൾ യൂസറിന് ഞാൻ ഫുൾ പെർമിഷൻസ് കൊടുക്കുകയാണ്, ബാക്കി ഗ്രൂപ്പിന് ഞാൻ റീഡും എക്സിക്യൂട്ടും മാത്രം കൊടുക്കുന്നു, അപ്പം 5 കൊടുക്കും. അതുപോലെ അതേഴ്സിനും അത് തന്നെ, അതേഴ്സ് നമുക്ക് റീഡ് മാത്രം കൊടുക്കാം, അപ്പോൾ നമുക്ക് 4 കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ ഒരു ഫയൽ കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും LS-L അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ മോഡിൽ നമ്മളൊരു 4 എന്ന് പറഞ്ഞൊരു നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് SUID സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം S എന്ന് പറഞ്ഞൊരു ലെറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്കി പെർമിഷൻസ് നമ്മൾ കൊടുത്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. 754 റീഡ് റൈറ്റ് എക്സിക്യൂട്ടിന് U മാറിയിട്ട് ഇവിടെ S വന്നു, നമ്മൾ SUID സെറ്റ് ചെയ്തുകൊണ്ട്. ബാക്കി അതേഴ്സിനും ഗ്രൂപ്പിനും അതേഴ്സിനും നമ്മൾ കൊടുത്ത പോലെ തന്നെ വന്നിട്ടുണ്ട് പെർമിഷൻസ്.
അപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ട കാര്യമാണ്. നമുക്ക് SUID സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മൾ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് നോക്കി കണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ 4 ആദ്യം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു SUID നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഇൻ കേസ് നമ്മുടെ ഒരു യൂസറിന് എക്സിക്യൂട്ടബിൾ പെർമിഷൻ ഉള്ള, അതായത് എക്സിക്യൂട്ടബിൾ പെർമിഷൻ ഉള്ള ഒരു ഫയലിലാണ് നമ്മൾ SUID സെറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മൾ എക്സിക്യൂട്ടബിൾ പെർമിഷൻ ഇല്ലാത്ത ഒരു യൂസറിന് എക്സിക്യൂട്ടബിൾ പെർമിഷൻ ഇല്ലാത്ത ഒരു ഫയലിലാണ് നമ്മൾ SUID സെറ്റ് ചെയ്യുന്നതെങ്കിൽ സ്മോൾ ലെറ്റർ എസ്സിന് പകരം അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എസ് ആയിട്ടായിരിക്കും അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെഷൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാം. ഇനി നമ്മൾ SUID റിമൂവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ സിംബോളിക് മോഡിലാണെങ്കിൽ നമുക്ക് മൈനസ് ചെയ്ത് നമുക്കത് കളയാം. അതല്ല നമുക്കിനി ഒക്ടൽ മോഡിലാണെങ്കിൽ നമ്മൾ 4 ആദ്യം കൊടുത്തത് ആഡ് ചെയ്യാനാണ്, നമുക്ക് കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 0 കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒക്ടൽ മോഡിൽ റിമൂവ് ചെയ്ത് കളയുന്നത്. അടുത്തത് SGID ആണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. അപ്പോൾ SGID എന്ന് പറഞ്ഞാലും SUID ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഫയലിൽ നമ്മൾ SGID ബിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ SGID ബിറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഗ്രൂപ്പ്സിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ SUID സെറ്റ് ചെയ്തത് SUID നമ്മൾ സെറ്റ് ചെയ്തത് യൂസറിനാണ്. പക്ഷെ നമ്മൾ SGID സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഗ്രൂപ്പ്സിനാണ് നമ്മൾ SGID സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിന് നമ്മൾ SGID ബിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഒരു ഫയലിൻ്റെ ഗ്രൂപ്പിന് നമ്മളൊരു SGID ബിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫയൽ റൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ പെർമിഷൻസ് എന്താണോ ആ ഒരു പെർമിഷനോട് കൂടിയായിരിക്കും ആ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ റൺ ആവുന്നത്. ആ സമയത്ത് റൺ ചെയ്ത യൂസറിൻ്റെ പെർമിഷൻ എന്തോ ആയിക്കോട്ടെ അതായിരിക്കില്ല. അതിന് പകരം ആ ഒരു ഫയലിൻ്റെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ പെർമിഷൻ എന്താണോ, ആ ഒരു ഗ്രൂപ്പ് പെർമിഷൻ എന്താണോ അതായിട്ടായിരിക്കും ആ ഒരു ഫയൽ എക്സിക്യൂട്ട് ആവുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ SUIDയുടെ കേസ് ആയിരുന്നെങ്കിൽ ആ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന യൂസറിൻ്റെ പെർമിഷന് പകരം ആ ഒരു ഫയൽ ഓൺ ചെയ്യുന്ന ഓണറിൻ്റെ പെർമിഷനോട് കൂടിയായിരിക്കും റൺ ചെയ്യുന്നത്. ഇവിടെ അതുപോലെ ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ പെർമിഷൻസ് എന്താണോ ആ ഒരു പെർമിഷനോട് കൂടിയായിരിക്കും ആ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ റൺ ആവുന്നത്. റൺ ചെയ്ത യൂസർ ഏതായിരുന്നാലും അത് എഫക്റ്റീവായിട്ട് വരില്ല. അപ്പോൾ SGID ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന പൊസിഷൻ നമ്മൾ ഗ്രൂപ്പിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു ഫയൽ ഗ്രൂപ്പ് ദാറ്റ് ഓൺസ് ദ ഫയൽ, ആ ഗ്രൂപ്പിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വാൾ എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. അപ്പോൾ വാൾ എന്ന് പറഞ്ഞ കമാൻഡ് മറ്റൊന്നുമല്ല, കറൻ്റ്ലി നമ്മുടെ ലിനക്സ് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസേഴ്സിൻ്റെ ടെർമിനലിലോട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഒരു യൂട്ടിലിറ്റി പോലത്തെ ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് നമുക്ക് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ജസ്റ്റ് ഈ പറഞ്ഞ വാൾ എന്ന് പറഞ്ഞ ഒരു കമാൻഡിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം, പെർമിഷൻസ് എന്തൊക്കെയാണ് വാളിനുള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ, അപ്പോൾ യൂസർ ബിന്നിനകത്താണ് വാൾ കിടക്കുന്നത്. അപ്പോൾ ഈ വാൾ എന്ന് പറഞ്ഞ കമാൻഡിൻ്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, യൂസറിൻ്റെ പ്ലേസിൽ റീഡ് റൈറ്റ് എക്സിക്യൂട്ട് തന്നെയാണ് ഉള്ളത്. ഗ്രൂപ്പിൻ്റെ പ്ലേസിൽ റീഡ് ഉണ്ട്, അതുപോലെ റൈറ്റ് ഇല്ല. എക്സിക്യൂട്ടിന് പകരമായിട്ട് അവിടെ നമുക്ക് ഇപ്പം നമുക്ക് എസ് കാണാം. നേരത്തെ SUID സെറ്റ് ചെയ്ത സമയത്തായിരുന്നെങ്കിൽ യൂസറിൻ്റെ എക്സിക്യൂട്ട് പെർമിഷൻ്റെ ഭാഗത്തായിരുന്നു എസ് കണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ട് പെർമിഷൻ്റെ എക്സ് കാണേണ്ട സ്ഥലത്താണ് എസ് കണ്ടത്. അതേഴ്സിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ കൊടുത്ത പെർമിഷൻ ഏതാണോ അതുപോലെ തന്നെ. അതുപോലെ നമുക്ക് ഈ വാൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഫയലിൻ്റെ ഓണർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും റൂട്ടാണ്. അതുപോലെ ഇതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ TTY എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെർമിഷൻസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് SGID ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിന്, ഈ പറഞ്ഞ വാൾ എന്ന് പറഞ്ഞ കമാൻഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാൾ എന്ന് പറഞ്ഞ കമാൻഡ് റൺ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ റൺ വിത്ത് ദ പ്രിവിലേജസ് ഓഫ് ദ TTY ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലുള്ള പ്രിവിലേജ് എന്താണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പ്രിവിലേജോട് കൂടിയായിരിക്കും ഈ വാൾ കമാൻഡ് റൺ ആവുന്നത്. റൺ ചെയ്തത് ആരായിരുന്നാലും റൺ ആവുന്നത് ഈ പറഞ്ഞ TTY എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള പെർമിഷൻസ് എന്താണോ അതോട് കൂടിയായിരിക്കും ഇത് റൺ ആവുന്നത്. അപ്പോൾ അതാണ് SGID എന്ന് പറഞ്ഞ ബിറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്. പിന്നെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ SUID സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ SGIDയും സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ സാധാരണ SUID ആയിരുന്നെങ്കിൽ നമ്മൾ യൂസറിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസറിന് ഗ്രൂപ്പിന് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആണ് സിംബോളിക് ഫോർമാറ്റിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ G+S എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ U+S കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ G+S എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയൽ നെയിം കൊടുക്കും. അങ്ങനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് സിംബോളിക് ഫോർമാറ്റിലാണെങ്കിൽ. ഇനി ഒക്ടൽ ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ SUIDയുടെ കേസിൽ നമ്മൾ 4 ആണ് കൊടുത്തത്. ഇവിടെ അതിന് പകരം നമ്മൾ 2 ആണ് കൊടുക്കുന്നത്. ഇപ്പം 2 ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞിപ്പം നമുക്ക് മറ്റ് പെർമിഷൻസ് എന്താണോ വേണ്ടത്, 754 ആണെങ്കിൽ അങ്ങനെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫയലിൻ്റെ നെയിം കൊടുക്കും. അടുത്തത് നമുക്കിനി സ്റ്റിക്കി ബിറ്റിൻ്റെ കേസ് എടുക്കാം. നമുക്ക് ലാസ്റ്റുള്ള സ്പെഷ്യൽ പെർമിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി ബിറ്റാണ്. അപ്പോൾ ഈ സ്റ്റിക്കി ബിറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഡയറക്ടറീസിൽ മാത്രമേ നമുക്ക് സ്റ്റിക്കി ബിറ്റ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡയറക്ടറിയിൽ ഒരു സ്റ്റിക്കി ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ടറിക്കകത്തുള്ള ഫയൽസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത യൂസർ ഏതാണോ ആ യൂസറിന് മാത്രമേ സ്വന്തം ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഡയറക്ടറിക്കകത്തുള്ള ഏതൊരു യൂസറിനും മറ്റ് യൂസേഴ്സിൻ്റെ ഫയൽസിന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ആ ഒരു ഫയൽസിൽ നമ്മൾ ഫുൾ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേഴ്സിന് പോലും ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് നമ്മൾ പെർമിഷൻ വൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഫയൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ടറിയിൽ നമ്മൾ സ്റ്റിക്കി ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫയലിൻ്റെ ഓണറിന് മാത്രമേ കറസ്പോണ്ടിങ് ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് സ്റ്റിക്കി ബിറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ സിനാരിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ടെമ്പ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിയുടെ കേസ് എടുക്കാം. നമുക്ക് /temp എന്ന് പറഞ്ഞ ഡയറക്ടറിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ LS-LD കഴിഞ്ഞ് D എന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ടറിക്ക് അകത്തുള്ള ഫയൽസ് പിന്നെ ലിസ്റ്റ് ചെയ്യില്ല. ഡയറക്ടറിയുടെ ഒരു പെർമിഷൻ എന്താണോ അത് തന്നെ ഇവിടെ കാണിക്കും. അപ്പോൾ അതിനാണ് D എന്ന് പറഞ്ഞൊരു സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ LS-LD അത് കഴിഞ്ഞ് /temp എന്ന് പറഞ്ഞ ഡയറക്ടറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓണറിന് നമ്മൾ റീഡ് റൈറ്റ് എക്സിക്യൂട്ട് പെർമിഷൻ കാണാൻ സാധിക്കും. അതുപോലെ ഗ്രൂപ്പിന് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് ഉണ്ട്. അതേഴ്സിന് റീഡ് റൈറ്റ് കഴിഞ്ഞ് ഒരു ഇവിടെ സ്മോൾ ലെറ്റർ T ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് അർത്ഥം ഇഫ് ദ സ്റ്റിക്കി ബിറ്റ് ഈസ് സെറ്റ് ദ എക്സിക്യൂട്ടബിൾ ബിറ്റ് ഓഫ് ദ അതർ സെറ്റ് ഓഫ് ദ പെർമിഷൻസ് ഈസ് സെറ്റ് ടു T. അപ്പോൾ ഇവിടെ സ്റ്റിക്കി ബിറ്റ് നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ സ്മോൾ ലെറ്റർ T ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ടെമ്പ് ഡയറക്ടറിയിൽ ഹാവ് ഓൾ ദ പെർമിഷൻസ് സെറ്റ് ഫോർ ഓണർ ഗ്രൂപ്പ് ആൻഡ് അതേഴ്സ്. അപ്പോൾ ഈ ടെമ്പിൽ എല്ലാവർക്കും കയറി നമുക്ക് എന്ത് ഫയൽസ് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ടെമ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ ഡയറക്ടറിയിൽ നമ്മൾ പെർമിഷൻസ് ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം യൂസേഴ്സിനെല്ലാം ടെമ്പററി ഫയൽസ് ഏതൊരു യൂസറിന് വേണമെങ്കിലും ടെമ്പററി ഫയൽസ് അതിൽ കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞൊരു ഫയൽ ഡയറക്ടറി നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസേഴ്സിനാണെങ്കിലും മറ്റ് പ്രോഗ്രാംസിനാണെങ്കിലും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസറിനും ഗ്രൂപ്പിനും അതേഴ്സിനുമെല്ലാം ഫുൾ പെർമിഷൻസ് ഈ ടെമ്പ് ഡയറക്ടറിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഗ്രീനായിട്ട് ഇവിടെ കാണുന്നത്, ഗ്രീനായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷെയർഡ് ലൊക്കേഷൻ ഫോർ ടെമ്പററി ഫയൽസ് ഷെയർഡായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനായിട്ടാണ് നമ്മൾ ടെമ്പ് യൂസ് ചെയ്യുന്നത്, /temp എന്ന് പറഞ്ഞൊരു ഡയറക്ടറി. അപ്പോൾ ഇത്രയും പെർമിഷൻസ് അവിടെ ഉള്ളത് കൊണ്ട്, അതായത് യൂസറിനും ഓണറിനും അതായത് ഗ്രൂപ്പിനും അതേഴ്സിനും ഫുൾ പെർമിഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. യൂസറിന് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് ഉണ്ട്, ഗ്രൂപ്പിന് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് ഉണ്ട്, അതേഴ്സിനും റീഡ് റൈറ്റ് എക്സിക്യൂട്ട് ഉണ്ട്. എക്സിക്യൂട്ടിൻ്റെ ഭാഗത്ത് സ്റ്റിക്കി ബിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ T എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും പെർമിഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ഡയറക്ടറിയിലുള്ള ഫയൽസിനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഏത് യൂസറിന് വേണമെങ്കിലും മറ്റൊരു യൂസർ അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. പക്ഷേ സ്റ്റിക്കി ബിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഓവർ റൈഡ് ചെയ്യും. അതായത് സ്റ്റിക്കി ബിറ്റ്സ് ഓവർ റൈഡ്സ് ദം ആൻഡ് നോ വൺ ക്യാൻ ഡിലീറ്റ് എ ഫയൽ ദാറ്റ് ഡസൻറ്റ് ബിലോങ്സ് ടു ഹിം. സ്റ്റിക്കി ബിറ്റ് ആ ഒരു ഡയറക്ടറിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്വന്തം ഫയൽസ് അല്ലാതെ മറ്റൊരു യൂസർ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മറ്റ് ഫയൽസിനെ ഒന്നും വേറൊരു യൂസറിന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയില്ല. ഫുൾ പെർമിഷൻസ് അവിടെ ആ ഒരു ഡയറക്ടറിയിൽ ഫയലിൽ ഉണ്ടെങ്കിൽ പോലും ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയില്ല. പിന്നെ നമുക്ക് സ്റ്റിക്കി ബിറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിംബോളിക് മോഡിലാണെങ്കിൽ സ്റ്റിക്കി ബിറ്റ് നമുക്ക് അതേഴ്സിനാണ് നമ്മൾ സ്റ്റിക്കി ബിറ്റ് എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. അപ്പം സിംബോളിക് മോഡിലാണെങ്കിൽ chmod കമാൻഡ് ഉപയോഗിച്ചിട്ട് O+T എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറിയുടെ പുറത്താണ് എപ്പോഴും സ്റ്റിക്കി ബിറ്റ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഡയറക്ടറിയുടെ പേര് കൊടുക്കും. ഇനി ഒക്ടൽ മോഡിലാണെങ്കിൽ chmod കൊടുത്തിട്ട് നമ്മൾ 1 ആണ് ഇവിടെ കൊടുക്കുന്നത് സ്റ്റിക്കി ബിറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ SGIയുടെ കേസിൽ 2 കൊടുത്തു, SUIDയുടെ കേസിൽ നമ്മൾ 4 കൊടുത്തു. ഇവിടെ നമ്മൾ സ്റ്റിക്കി ബിറ്റിൻ്റെ കേസിൽ നമുക്ക് 1 ആണ് നമ്മൾ കൊടുക്കുന്നത്. 1 കൊടുത്തിട്ട് മറ്റ് പെർമിഷൻസ് എങ്ങനെയാണോ വേണ്ടത്, 754 ആണോ 764 ആണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊടുത്ത ശേഷം ഡയറക്ടറിയുടെ പേര് നമ്മളിവിടെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിക്കി ബിറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിക്കി ബിറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക്
ഓ എല്ലാ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ മൈനസ് കൊടുക്കുക, O - T കൊടുക്കുക സിംബോളിക് മോഡിലാണെങ്കിൽ. അല്ല ഒക്ടൽ മോഡിലാണെങ്കിൽ 1 മാറ്റിയിട്ട് ഇവിടെ 0 കൊടുക്കുക. 0 കൊടുത്തിട്ട് മറ്റ് പെർമിഷൻസ് ഏതാണോ അതുപോലെ കൊടുക്കുക. ഇനി നമ്മൾ സ്പെഷ്യൽ പെർമിഷൻസ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് ക്വിക്ക് ചെക്ക് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ SUID ഫയൽസിൻ്റെ പുറത്ത് മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ, ഡയറക്ടറീസിൽ വർക്ക് ചെയ്യില്ല. SGID ആണെങ്കിൽ ബോത്ത് ഡയറക്ടറീസ് ആൻഡ് ഫയൽസിൽ വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ ഫയൽസിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് കേസ് മാത്രമേ നോക്കിയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്സാമ്പിൾസ് സ്പെസിഫിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ക്ലിയർ ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അത് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ കൂടി നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റുകയില്ല. കാരണം അതൊരു 1 ഹവറെങ്കിലും മിനിമം ഇല്ലാതെ ആ ഒരു സെഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് മാത്രമായിട്ട് പറയുകയാണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ പെർമിഷൻസ് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു സെഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് സ്റ്റിക്കി ബിറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡയറക്ടറീസിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എസ്, സ്മോൾ ലെറ്റർ ജി അല്ലെങ്കിൽ ടി ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പർ കേസിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കറസ്പോണ്ടിങ് യൂസറിന് എക്സിക്യൂട്ടബിൾ പെർമിഷൻ സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇവിടെ നമുക്ക് SUIDയുടെ കേസ് എടുക്കുകയാണെങ്കിൽ SUID നമ്മളൊരു ഫയലിൽ സെറ്റ് ചെയ്ത ശേഷവും ആ എസ് കാണിക്കുന്നതിന് സ്മോൾ ലെറ്റർ എസ് കാണിക്കുന്നതിന് പകരമായിട്ട് ക്യാപിറ്റൽ ലെറ്റർ എസ് ആണ് അവിടെ കാണിക്കുന്നെങ്കിൽ അതിനർത്ഥം ആ ഒരു ഓണറിന് ആ ഒരു ഫയലിൻ്റെ പുറത്ത് നമ്മൾ എക്സിക്യൂട്ടബിൾ പെർമിഷൻ സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കണ്ട, നമുക്ക് അതിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവേദം ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവേദം സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം.